ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പിടിവാശി. നന്നല്ല പട്ടത്ത് രാജാവിനൊരു പിടിവാശിക്കാരനായ മകനുണ്ട്. അവരെന്താവശ്യപ്പെട്ടാലും രാജാവ് ഉടനെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കെ അവന് വിദ്യാഭ്യാസം തുടങ്ങാൻ വേണ്ടി ആദ്യം തുഞ്ചത്തെഴുത്തച്ഛനെയാണ് കുളിപ്പിച്ചത്. ആദ്യ ദിവസം തന്നെ അവൻ തുഞ്ചത്തെഴുത്തച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എനിക്ക് ഗുരുവിന്റെ രുദ്രാക്ഷമാല വേണം 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 വേണം. ഇതായിരുന്നു അന്നത്തെ ആവശ്യം. അവന് എന്താവശ്യത്താലും കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പിടിവാശി എന്നും. ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ പിറ്റേ ദിവസം പോയിട്ട് ഒരു ഉഗ്രം മരുന്നും കൊണ്ടാണ് വന്നത്. എന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? ഒരു പുലിവാടി. ഇന്നലെ അവൻ വാശി വേണം വേണം വേണം. ഇതായിരുന്നു പിറ്റേ ദിവസത്തെ ആവശ്യം. തുഞ്ചത്തെഴുത്തച്ഛൻ പുലിവാടി എടുത്ത് കയ്യിൽ 2 അടി കൊടുത്തു. ഇത് കാണാനിടയായ തോഴി ഉടനെ രാജാവിനോട് പറഞ്ഞു, ഞെട്ടിയേറ്റു. ആരെവിടെ? എന്റെ പൊന്നു പുത്രനെ അച്ഛൻ ആരെവിടെ? അച്ഛനെ വിളിപ്പിക്കൂ. എന്താണ് പ്രഭു? എന്താണ് അങ്ങ് എന്റെ പുത്രനെ അടിച്ചത്? പ്രഭു, അവൻ മഹാപിടിവാശിക്കാരൻ, അതുകൊണ്ടാണ് അവനെ തല്ലിയത്. അത് അവന്റെ എല്ലാം സാധിച്ചു കൊടുക്കണം. പിന്നെ എന്തിനാണ് പിടിവാശി? ഞാൻ തെളിയിച്ചു തരാം പ്രഭു. കുറച്ചു നേരത്തേക്ക് എന്നെ കുമാരനായി സങ്കല്പിക്കും. ആകട്ടെ. എനിക്ക് ആനയെ വേണം. എനിക്കൊരു ആനയെ വേണം. ആനയോടെ ആനയെ കൊണ്ടുവരൂ. ആനയോടെ എനിക്കൊരു ചുണ്ണാമ്പ് ചെപ്പ് വേണം. ആരെവിടെ? ചുണ്ണാമ്പ് ചെപ്പ് കൊണ്ടുവരൂ. ചുണ്ണാമ്പ് ചെപ്പ് എത്തി. എനിക്കാണ് ചുണ്ണാമ്പ് ചെപ്പിൽ ഇറക്കണം. എനിക്കാണ് ചുണ്ണാമ്പ് ചെപ്പിൽ ഇറക്കണം. അസംഭവ്യം. ഇത് നടക്കാത്ത കാര്യം പ്രഭു. തെറ്റ് മനസ്സിലാക്കിയ തുഞ്ചത്തെഴുത്തച്ഛന് ഈ രാജാവ് പട്ടും വളയും നൽകി. കൂട്ടുകാരെ ഒരിക്കലും പിടിവാശി ആദരിക്കരുത്. നമ്മൾ നല്ല കുട്ടികളായി വളരണം. നന്ദി, നമസ്കാരം.